പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ അംഗീകരിച്ചു. 12 മണിക്ക് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി. അതേസമയം നിയമസഭയിൽ 4 പ്രതിപക്ഷ MLA-മാർക്ക് താക്കീത് നൽകി. സ്പീക്കർ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, 12 മണിക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. നിയമസഭയിൽ 4 പ്രതിപക്ഷ MLA-മാർക്ക് താക്കീത് നൽകിയിരിക്കുന്നു സ്പീക്കർ. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഇന്നലെ നിയമസഭാ സമ്മേളനം നടന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. പ്രതിപക്ഷം നടത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം. സ്പീക്കർക്ക് നേരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി, മുഖ്യമന്ത്രി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പ്രതിപക്ഷ MLA-മാർ ഈ നടത്തളത്തിലിറങ്ങിയത് സ്പീക്കറിന്റെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയതും എല്ലാം വലിയ രീതിയിൽ അപലീയമാണെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇതിന് സർക്കാർ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ MLA-മാർക്കെതിരെ താക്കീത് നിർത്തണം. അതായത് ഈ ഇന്നലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ച് സ്പീക്കർക്കെതിരെ മുദ്രാവാക്യവുമായി രംഗത്ത് വന്ന് സ്പീക്കർക്കെതിരെ പ്രതിഷേധം കാണിച്ച 4 MLA-മാർ, അതായത് അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, മാത്യു കുഴൽനാടൻ, സജി തോമസ് അടക്കമുള്ള 4 MLA-മാർക്കെതിരെ താക്കീത് നൽകണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. ഈ പ്രമേയം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. താക്കീത് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. പ്രതിപക്ഷം ഈ പ്രമേയത്തെ എതിർക്കുന്നതായാണ് പിന്നീട് അഭിപ്രായം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആദ്യമായല്ല നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നത്, അതോടൊപ്പം പ്ലക്കാർഡുകൾ ഉയർത്തുന്നത് ആദ്യമല്ല, ഇതിനെയൊക്കെ ചേർത്ത് നിർത്തി ഒരു പ്രമേയം പാസ്സാക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകിയിരുന്നു. നിയമസഭയുടേതായ അന്തസ്സ് പാലിച്ചുകൊണ്ടുള്ള പരിധി ലംഘിക്കുന്നതായി കാണുന്നു. ഇവിടെ ഇന്നലെ കണ്ടത് എല്ലാ സീമകളും ലംഘിച്ചുള്ള നടപടിയാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇവിടെ ഇന്നലെ കാര്യങ്ങൾ നടന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഇവിടെ ഇന്നലത്തെ കാര്യങ്ങൾ വീണ്ടും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുമാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ അലങ്കോലമായെന്നും സ്പീക്കർ എടുത്ത നിലപാട് ശരിയാണെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിനുശേഷമാണ് വീണ്ടും ഇന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടതും രാഷ്ട്രീയപരമായി RSS പോലീസിനെ ഉപയോഗിക്കാൻ ഉള്ള കാര്യങ്ങളും, അതായത് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിനായി സഭ നിർത്തിവെക്കാമെന്ന അനുമതി നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നത്. 12 മുതൽ 2 മണി വരെയുള്ള 2 മണിക്കൂർ സമയമാണ് പ്രധാനമായും ഈ ചർച്ച നടത്തുന്നത്. ഏതായാലും അതിനുശേഷമായിരിക്കും ചർച്ചകൾക്ക് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട്. ഏതായാലും ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടാകുക. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.